ലിഷോ വിവരങ്ങളുമായി തുടർന്നു. ലിഷോ, ഇന്നും പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതാ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കനത്ത സുരക്ഷയുമുണ്ട്. പറയൂ ലിഷോയ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരെല്ലാവരും തന്നെ അദ്ദേഹത്തോട് ഇപ്പോഴത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു എങ്കിൽ പോലും യാതൊരു വിധത്തിലും മറുപടി പറയാൻ അദ്ദേഹം ഇതുവരേക്കും തയ്യാറായിട്ടില്ല. അതായത് ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ വലിയ വിഷയമായിരിക്കുന്ന പ്രധാനപ്പെട്ട വോട്ടർ പട്ടിക തിരിമറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒന്നും തന്നെ ഇതുവരേക്കും യാതൊരു പ്രതികരണവും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് ആ ഒരു അതുപോലെ തന്നെയാണ് ഇന്നും ഇപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ വന്ദേ ഭാരതിൽ വന്നിറങ്ങിയ ശേഷം അദ്ദേഹം യാതൊരു വിധത്തിലുള്ള പ്രതികരണം ഇപ്പോഴും നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ഇനി പ്രവർത്തകരെയൊക്കെ കണ്ട ശേഷം കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വോട്ടർ പട്ടിക വിവാദം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. കാരണം ഇരട്ട വോട്ട് വിവാദം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ ഇരട്ട വോട്ട് ഉണ്ട് എന്ന ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഈ തൃശ്ശൂരിൽ മറ്റിടങ്ങളിൽ നിന്ന് ആ വോട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ പലരും ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റി. അതൊക്കെ തന്നെ വലിയ തോതിൽ തൃശ്ശൂരിൽ ചർച്ചയാവുന്നുണ്ട്. തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപി നേരെ ഈ പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണാനായാണോ പോകുന്നത്? ഇനി എന്തൊക്കെയാണ് ജില്ലയിലെ വിവിധ പരിപാടികൾ? ഇന്നിപ്പോൾ നേരെ പരിക്കേറ്റ BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെ കാണാൻ പോകും. അതിനുശേഷം അതിനോടൊപ്പം തന്നെ അവിടെ മറ്റ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലത്തെ CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഈ പരിക്കേറ്റിട്ടുള്ളത്. പോലീസും അതുപോലെ തന്നെ CPM പ്രവർത്തകരുമൊക്കെയായി BJP പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് എല്ലാവർക്കും തന്നെ പരിക്കേറ്റത്. ആദ്യം അശ്വിനി ആശുപത്രിയിലാണ് അവർ ചികിത്സയിൽ കഴിയുന്നത്. അശ്വിനി ആശുപത്രിയിലേക്ക് പോകും. അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും ഈ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് MP ഓഫീസിലേക്കാണ് പോവുക. MP ഓഫീസിൽ പോയി അവിടെ കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ നടത്തിയ ആ ഒരു പ്രതിഷേധ മാർച്ചിൽ ഈ MP ഓഫീസിന്റെ ബോർഡുകളിൽ കരിയോയിൽ ഉൾപ്പെടെയുള്ളവ ഒഴിച്ചിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷം എന്തൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷമായിരിക്കും വീണ്ടും പിന്നീട് അവിടെ നിന്നും ഈ ഒരുപക്ഷെ ഇന്ന് BJPയുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ചുണ്ട്. ആ മാർച്ചിൽ ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. അത് പക്ഷേ ഒരു ഉറപ്പിച്ച ഒരു കാര്യമല്ല. അദ്ദേഹം ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് BJP നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും എല്ലാവരും ആദ്യമായി ഉറ്റുനോക്കുന്നത് BJPയുടെ തൃശ്ശൂരിലെ MPയും കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാകുമോ എന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിന് പ്രധാന കാരണം ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിരിക്കുന്നത് തൃശ്ശൂരിലെ വോട്ട് തിരിമറി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഇതുപോലെ വോട്ടർ പട്ടികയിലെ തിരിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം കോൺഗ്രസും CPMഉം ആരോപിക്കുമ്പോൾ അതിലെന്താണ് പറയാനുള്ളത് എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം മുൻനിർത്തി പ്രതികരണം ഉണ്ടാവുമെന്ന് തന്നെ കരുതുന്നു. അല്പം മുൻപാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഇതിൽ എന്ത് പ്രതികരണം ആണ് ഉള്ളത് എന്നത് അറിയാൻ പൊതുസമൂഹവും ഉറ്റുനോക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും സുരേഷ് ഗോപി ഈ നിമിഷം വരെ അതേപ്പറ്റി ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും പ്രതികരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. BJP ആരോപണ വിധേയരായി നിന്ന ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട ഒരു സമയമുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും നിശബ്ദത പാലിക്കുക മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിലടക്കം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും 2 ഇടങ്ങളിലായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലും ഒരു പ്രതികരണം അദ്ദേഹം നൽകുന്നില്ല എന്നതാണ്
മാധ്യമപ്രവർത്തകർ ശ്രമം തുടരുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ചോദിക്കുന്നു എന്താണ് പറയേണ്ടത് എന്ന്. ഒരു അഭിനേതാവ് മാത്രമായിരുന്നു എങ്കിൽ ഒരിക്കലും മാധ്യമങ്ങൾ ഇത്തരത്തിൽ മൈക്കുമായി പിന്നാലെ ചെല്ലില്ലായിരുന്നു. പകരം തൃശ്ശൂരിലെ MP ആണ്, കേന്ദ്ര സഹമന്ത്രിയാണ്, ആ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ സമീപിക്കുന്നത് പ്രതികരണത്തിനായി. പക്ഷേ രാവിലെ വന്ദേ ഭാരത് ട്രെയിനിൽ തൃശ്ശൂരിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപി ഈ 9:39 ആയപ്പോഴേക്കും കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പ്രതികരണം ലഭ്യമല്ല. കനത്ത സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം BJP പ്രവർത്തകർ അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്രയധികം പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ BJP പ്രവർത്തകർ ഒരു വലിയ സ്വീകരണം നൽകുക എന്നതാണ് ചെയ്തത്. ഇതൊന്നും ബാധിക്കുന്നേയില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരിക്കണം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ല എങ്കിലും പ്രതികരണം ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതുണ്ടായില്ല.